അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباب أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون وما يكذبك بعد بالدين أليس الله بحكم الحاكمين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമേ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഈ പ്രപഞ്ചവും ഇതിലും മനുഷ്യനുൾപ്പെടെയുള്ള സർവ്വജീവജാലങ്ങളും ചരാചരങ്ങളും നമ്മൾ കാണുന്നതും കാണാത്തതുമായ മറ്റൊരുപാട് സംഗതികളും ചില നിശ്ചിത വ്യവസ്ഥയുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, പരിപാലിക്കപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാതൊരു തരത്തിലുള്ള നിയമങ്ങൾക്കും വിധേയമാകാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു ചട്ടക്കൂടുണ്ടാകും. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ വളരുക, വലുതാവുക. ജനനവും വളർച്ചയും മരണവും ഒക്കെ അങ്ങനെ തന്നെയാണ്. സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. തലമുടി വളരുന്നത് പോലെ പുരികം വളരുന്നില്ല. മേൽപ്പല്ലും താഴ്പല്ലും നമുക്കറിയാം. പല്ലിൻ്റെ വളർച്ച ഒരു ഘട്ടത്തിൽ നിൽക്കും, അത് മേലോട്ടാണ്ട് വളർന്നു പോയാൽ എന്തായിരിക്കും സ്ഥിതി? മുകളിലെ പല്ല് താഴോട്ടാണ്ട് വളരാൻ തുടങ്ങിയാൽ, നിൽക്കാതെ വളരാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് ചില പരിചയം കൊണ്ട് അതിൽ അത്ഭുതമില്ല, പക്ഷെ അത് വലിയ യാഥാർത്ഥ്യമാണ്. ഓരോ സ്ഥലത്തിനും രോമത്തിന് ഓരോ നിശ്ചിത അളവിലാണ് വളർച്ച. അതുപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗവും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു നിശ്ചിതമായ ചട്ടക്കൂടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യന്റെ മൊത്തം ശരീരത്തിന്റെ വളർച്ചയും അതുപോലെ തന്നെയാണ്. അവന്റെ ചുറ്റുപാടും സാഹചര്യങ്ങളും അങ്ങനെ. നാം അധിവസിക്കുന്ന ഭൂമിയും അങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ നമ്മൾ നട്ടുണ്ടാക്കുന്ന കൃഷികളും വളർത്തു മൃഗങ്ങളും എല്ലാത്തിനും പരിശോധിച്ച് നോക്കിയാൽ എല്ലാത്തിനും ഈ നിയമങ്ങളൊക്കെ ബാധകമാണ്. ഈ നിയമങ്ങളിൽ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്.
പക്ഷെ അധിക കാര്യങ്ങളും നമുക്ക് അറിയാത്തതാണ്, അജ്ഞാതമാണ്, അദൃശ്യമാണ്. അദൃശ്യമായ യാഥാർത്ഥ്യത്തെ മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വ്യക്തമായ പിന്നെ സത്യമാണെന്ന് വിളിച്ചു പോകേണ്ടതില്ലല്ലോ. അപ്പോ വ്യക്തമല്ലാത്ത, ദൃശ്യമല്ലാത്ത സംഗതികൾ, ആ അദൃശ്യ യാഥാർത്ഥ്യം മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃശ്യ യാഥാർത്ഥ്യങ്ങളെ എടുത്തു ധരിക്കുന്നത് ഖുർആന്റെ ശൈലിയാണ്. അതെല്ലാപ്പെടും മഴയും പുഴയും കാടും കടലും അതുപോലെ മഞ്ഞും മേഘങ്ങളും ഇരുട്ടും വെളിച്ചവും മനുഷ്യനും മൃഗങ്ങളും ജന്തുക്കളും സസ്യങ്ങളും എല്ലാം. അതോടൊപ്പം തന്നെ സസ്യങ്ങളെ ആഴങ്ങളിലേക്ക്, അതിന്റെ പ്രവർത്തനത്തിന്റെ ആഴങ്ങളിലേക്ക്, മൃഗങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആഴങ്ങളിലേക്ക്, പ്രപഞ്ച വസ്തുക്കളുടെ പ്രവർത്തന ആഴങ്ങളിലേക്ക് പോകാൻ ഒരുപാട് സൂചകങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിൽ നൽകുന്നുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നീ നോക്കില്ലേ ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഒട്ടകം ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ജീവിയാണ്. മരുഭൂമിയിലെ ഒരു പ്രത്യേകമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒട്ടകം. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അങ്ങനെ ഓരോന്നിനും ചോദിക്കുന്നു. ആകാശം അങ്ങനെ ഉയർത്തിയിരിക്കുന്നു, ഭൂമി എങ്ങനെ പരത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാസ്തവ്യമാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് നോക്ക്. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു വ്യക്തമായ ഒരു സത്യമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ച വസ്തുക്കളെ പറയുന്നത് പോലെ തന്നെ ചരിത്ര വസ്തുക്കളുണ്ട്. നിങ്ങളുടെ മുന്നിൽ നടന്നുപോയ ഒരുപാട് മനുഷ്യന്മാരിവിടെ ഉണ്ടായിരുന്നു. അവരിൽ ചില ആളുകൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിച്ച് ജീവിച്ച് വിജയം പ്രാപിച്ചവരാണ്. ചില മനുഷ്യന്മാർ ഇതിനിടയ്ക്ക് പുറംതിരിഞ്ഞ് നിന്നിട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയതാണ്. എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും, പ്രതാപങ്ങൾ ഉണ്ടായിട്ടും, ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടും, പണമുണ്ടായിട്ടും, ആരോഗ്യമുണ്ടായിട്ടും, ശക്തി ഉണ്ടായിട്ടും അവർക്ക് അതൊന്നും ഒരു പ്രയോജനം ചെയ്യാതെ അവരുടെ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടു പോയി. അത്തരം ആളുകളെ പോലെ നിങ്ങളാവരുത്. കിട്ടിയ സമയം കൊണ്ട് പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇവിടെ ശാന്തമായി ജീവിക്കുകയും എന്നെന്നും ശാന്തമായ ജീവിതത്തിലേക്ക് വരികയും ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ നാം പഠിച്ചിട്ടുള്ളത് എന്ന് ഒരുപാട് സ്ഥലത്ത് വിവിധ രൂപത്തിലുള്ള സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞുപിടിക്കും. ചിലപ്പോൾ ഒരു നല്ല അധ്യാപകനെ പോലെ, ചിലപ്പോൾ സ്നേഹമസ്നായ ഒരു പിതാവിനെ പോലെ, ചിലപ്പോൾ ജ്യേഷ്ഠ സഹോദരനെ പോലെ, ചിലപ്പോൾ കൂട്ടുകാരനെ പോലെ. ഖുർആനിലെ ഓരോ ശൈലിയും നമുക്ക് അടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓരോന്നിങ്ങനെ ഇടപെട്ട് പറയും, കഥകൾ പറയും, അതുപോലെ സംഭവങ്ങൾ ധരിക്കും. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തും, പ്രോത്സാഹനം നൽകും. ഇതൊക്കെ കേട്ട് അംഗീകരിച്ചാൽ താഴ്ഭാഗങ്ങളിലൂടെ ഒരുങ്ങുന്ന നിത്യാനന്ദത്തിന്റെ ആരാമങ്ങളുണ്ട്, അവിടെ എണ്ണകളുണ്ട്, പഴങ്ങളുണ്ട്, നിങ്ങൾക്ക് പൂങ്കാവനങ്ങളുണ്ട്, നല്ല സംതൃപ്തി ഉണ്ടാവും, ആരും ശല്യപ്പെടുത്തൂല, അസൂയയും പകയുമില്ല, ദുർവാശയവും മത്സരങ്ങളും ഇല്ല എന്നെന്നുമുള്ള ആശ്വാസകരമായ ജീവിതം. ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ വളരെ വേദനാജനകമായ ശിക്ഷ അനുഭവിപ്പിക്കുന്ന, ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളം കുടിക്കാൻ കിട്ടുന്ന, മുള്ളുകൾ മാത്രം ആഹരിക്കാൻ കിട്ടുന്ന മ്ലേച്ഛമായ സങ്കേതവുമുണ്ട്. നിനക്ക് തീരുമാനിക്കല്ലോ. ഇഷ്ടമുള്ളവനെ വിശ്വസിക്കുകയും ഇഷ്ടമുള്ളവനെ നിഷേധിക്കുകയും ചെയ്യാം. പക്ഷെ നിഷേധിക്കുമ്പോൾ ഈ ഒരു സംഗതി കൂടി മറക്കാതിരിക്കുക എന്നുള്ള നിലക്ക് നിഷേധികളുടെ അന്തിമഗ്രഹത്തെക്കുറിച്ച് പ്രൗഢഗംഭീരമായി തന്നെ മനസ്സുകളെ ഇളക്കി മറിക്കുന്ന രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറയും. അങ്ങനെ പ്രകൃതിയും ചരിത്ര സംഭവങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ചെറിയൊരു സൂറത്താണ് അത്തീൻ, 95-ാമത്തെ അധ്യായം. ഇവിടെ വത്തീൻ വസൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബൽദിൽ അമീൻ 4 സംഗതികളാണ് പറയുന്നത്. വത്തീൻ, തീൻ, അത്തിപ്പഴം, അത്തിവൃക്ഷം, അത്തിമരത്തെ കുറിച്ചാണ്. വസൈതൂൻ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒലിവ് വൃക്ഷം, ഒലിവെണ്ണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വതൂരി സീനീൻ, ഇത് 2 വൃക്ഷങ്ങളാണ്. തൂരി സീന എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്, സിനായിലെ പർവ്വതം.
അതിനൊരു പ്രാധാന്യമുണ്ട്. വഹാദൽ ബലദിൽ അമീൻ, നിർഭയമായ ഈ പട്ടണം. വളരെ ഹ്രസ്വമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഗതി സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത്തിപ്പഴത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ മനുഷ്യന് അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ ഒരു ലഘുഭക്ഷണം മുഴുവനും ദഹിച്ചു പോകും, ബാക്കിയൊന്നും ഉണ്ടാവില്ല. വളരെ വേഗം ദഹിക്കുന്ന സംഗതി. അതിന്റെ അകവും പുറവും ഒക്കെ തിന്നാൻ പറ്റും. കശുവണ്ടിക്ക് നമുക്ക് പുറന്തോട് തിന്നാൻ പറ്റും. ഈത്തപ്പഴത്തിന്റെ അകം കുരുവാണ്, അത് തിന്നാൻ കഴിയില്ല. അത്തിക്ക് അങ്ങനെയില്ല, അകവും പുറവും തിന്നാവുന്നതാണ്. കശുവണ്ടിയെക്കാളും ഏറ്റവും മേന്മയുള്ളതായി പറഞ്ഞ ഈത്തപ്പഴത്തെക്കാളും മുന്തിയതാണ് എന്ന ഹദീസുകളിൽ അത്തിപ്പഴത്തെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. അതൊരു ഭക്ഷ്യവസ്തുവാണ്, അതോടൊപ്പം തന്നെ മരുന്നാണ്. അത് ഒരുപാട് കാര്യങ്ങൾക്ക് അത് പ്രയോജനകരമാണ് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ വൈദ്യശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയത്. ടെൻഷൻ കുറയ്ക്കുക, നീർദോഷങ്ങൾ ഇല്ലാതാക്കും, കഫക്കെട്ട് ഇല്ലാതാക്കും, കിഡ്നി പ്രശ്നങ്ങൾ പരിഹരിക്കുക, മൂത്രാശയക്കല്ലുകളെ അലിച്ചുകളയും, പൈൽസിനും രക്തവാതത്തിനും അത്തിപ്പഴം പ്രയോജനകരമാണ് എന്ന് ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുടി വളരാനും അതുപോലെ തന്നെ വായു സുഗന്ധ ഉണ്ടാവാനും ഈ അത്തിപ്പഴം പ്രയോജനപ്പെടുമെന്ന് അലി ബിൻ മൂസ പറഞ്ഞതായി തഫ്സീർ കബീറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഗവേഷണം നടത്തി. ആധുനിക മെഡിസിന്റെ പിതാക്കന്മാരെന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ യഥാർത്ഥ അറബി ലോകത്തെ അവിസന്നയും അൽഹിന്ദിയും ഫറാമിയും അതുപോലെ തന്നെ ഇമാം റാസിയും ഒക്കെയാണ് എന്ന് നമുക്കറിയാം. ഇന്ന് മോഡേൺ മെഡിസിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറബി സ്കൂളുകളിൽ നിന്ന് പഠിച്ചുണ്ടാക്കിയതാണ് എന്ന് യൂറോപ്യന്മാർ പറഞ്ഞാൽ സമ്മതിക്കുന്ന കാര്യമാണ്. അവിടെ അറബി സ്കൂളിൽ നിന്ന് പഠിച്ചതിന് പലപ്പോഴും റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. മോഡേൺ മെഡിസിന് റിയാക്ഷൻ എന്ന് പറയുന്ന വലിയൊരു കുഴപ്പം കൂടിയുണ്ട്. ആ റിയാക്ഷൻ ഇല്ലാത്ത പ്രകൃതിയിൽ നിന്നുള്ള ശുദ്ധമായ വസ്തുക്കൾ കൊണ്ട് മരുന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക വിജ്ഞാനശാഖ തന്നെ ആ കാലഘട്ടത്തിൽ വളർന്നിരുന്നു എന്നതാണ്. യൂറോപ്യൻ സർവകലാശാലയിൽ 300-400 വർഷങ്ങളൊക്കെ മെഡിസിന്റെ ഡിക്ഷണറിയായി ഉപയോഗിച്ചിരുന്നത് ഇവരുടെ ഗ്രന്ഥങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും പ്രാധാന്യമുള്ള ഒരു അത്തിപ്പഴം, ആ അത്തിപ്പഴത്തെയും അത്തിവൃക്ഷത്തെയും മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അത് വളരുന്ന ഭൂപ്രദേശമായ സിറിയൻ പ്രദേശം, അവിടെ അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഭൂമിയിൽ മനുഷ്യന് വളരെ പ്രയോജനകരമായ സംഗതി, അത് തഴച്ചു വളരുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് മനുഷ്യന്റെ ആത്മീയത വളർച്ചയ്ക്ക് വേണ്ടി വന്ന പ്രവാചകന്മാരുടെ പഠനത്തിലേക്കുള്ള ഒരു സൂചകം. ഒലീവ് വൃക്ഷം അത് കറിയാണ്, ഭക്ഷണമാണ്, അതുപോലെ ഇന്ധനമാണ്. ഒലിവെണ്ണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്ത് പ്രത്യേകം പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രകാശത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉദാഹരിച്ചപ്പോ കിഴക്കും പടിഞ്ഞാറുമല്ല, ലാ ശർഖിയ്യത്തും വല ഗർബിയ്യ, അതായത് കിഴക്കും പടിഞ്ഞാറുമല്ലാത്ത മെഡിറ്ററേനിയൻ സിറ്റുവേഷനിലുള്ള ഒലിവിനെ കുറിച്ച്, പലസ്തീൻ സിറിയൻ ഏരിയകളിൽ വളരുന്ന ഒലിവ് ലോകത്തിലെ ഏറ്റവും നല്ല സൈത്തൂൻ എണ്ണയാണ്, ഒലിവെണ്ണയാണ്. ആ പ്രദേശം അത് മലമുകളിലും താഴ്വാരങ്ങളിലും ഒക്കെ മനുഷ്യൻ കുഴിച്ചിടാതെ തന്നെ വളർന്നു വരും. ആ പ്രദേശത്തിൽ വന്ന പ്രവാചകന്മാർ ഇബ്രാഹിം നബി മുതൽ ഈസ അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരെ കുറിച്ചുള്ള സൂചകങ്ങളാണ് അത് എന്ന് പണ്ഡിതന്മാർ പറയും. തൂരിസീന നമുക്കറിയാം, വിമോചകന്മാരുടെ വിമോചകൻ, അടിമകളുടെ വിമോചകൻ, ഒരു ജനതയെ വെളിച്ചം കാണിച്ചു കൊടുത്ത മഹാപ്രവാചകൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഹിജ്റ നടത്തിയ മഹാനായ മൂസ അലൈഹിസ്സലാം, അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പലസ്തീനിലേക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മദീനയിലേക്കാൾ വലിയ ഹിജ്റ നടത്തിയ മഹാപ്രവാചകൻ. ആ പ്രവാചകന് ദിവ്യ സന്ദേശം നൽകിയ ഒരു സ്ഥാനമാണ് തൂരിസീന പർവ്വതനിരകൾ. സിനായി മരുഭൂമിയുടെ അറ്റത്ത് പർവ്വതനിരകളിൽ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തുവയുടെ പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദിവ്യജ്ഞാനം നൽകി, ബോധനം നൽകി, സന്മാർഗദർശനം നൽകി. എന്തിന്? മനുഷ്യനെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നതിന്. ഈ 4 സംഗതികളും എടുത്തു പറഞ്ഞിട്ടാണ്
പ്രധാനമായിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. അത്തിപ്പഴത്തെ കുറിച്ച് പറയുമ്പോൾ, ഒലീവിനെ കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാർക്ക് വരുന്ന ഒരു വലിയ ചിത്രമുണ്ട്. ആ പഴവും ആ മരങ്ങളും ആ പ്രദേശങ്ങളും അവരുടെ ജനതയും ജനതയുടെ സംസ്കാരവും അവരുടെ ഉത്ഥാനപതനങ്ങൾക്ക് കാരണമായ ഒരുപാട് സംസ്കൃതികളുടെ മഹാചരിത്രം അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോകും. അങ്ങനെ ഗ്രാജുവലായിട്ട് മനുഷ്യ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടിരിച്ചു. ഈ നിർഭയമായ പട്ടണം, നാട്ടിന്റെ ചുറ്റുഭാഗത്തും തോന്നിയാസം, അഹങ്കാരം, പിടിച്ചുപറി, മദ്യപാനം, കൊള്ളയടി, യുദ്ധം മുതലായ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മക്ക പട്ടണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലദുൽ അമീൻ നിർഭയമായ പട്ടണമായി സൂക്ഷിച്ചിരുന്നു. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളുണ്ടായിരുന്നു. അവിടെ ഏത് ശത്രുവിന് നേരെയും വാളാവുന്നാത്തൊരു കാലമുണ്ടായിരുന്നു. അവിടെ മനുഷ്യന്മാർക്ക് ശാന്തമായി വന്ന് കച്ചവടം ചെയ്യാനും ആരാധനകൾ അർപ്പിക്കാനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തിരുന്നു. മനുഷ്യൻ അന്നത്തെ കാലത്തെ മനുഷ്യൻ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ്. ചരിത്ര ലിഖിതങ്ങളിലൂടെ നമ്മൾ വായിച്ചറിയുന്ന ഒരു സത്യമാണത്. അപ്പൊ ഈ സംഗതികളെല്ലാം കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിച്ചിട്ട് പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ, ചരിത്രത്തിലെ സംഭവങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് സത്യം ചെയ്ത് മനുഷ്യ മനസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അതാണ് അതിന്റെ സമ്മറിയ. ഇതെല്ലാം പറഞ്ഞിട്ട് പറയാം, മനുഷ്യനെ നാം ഏറ്റവും മനോഹരമായ സൃഷ്ടിക്കും. ശരീരത്തിന്റെ മനോഹരത മാത്രമല്ല, മനസ്സിന് ബുദ്ധി, ശക്തി, കഴിവ്, യുക്തി, ചിന്ത, ചർച്ച, പഠനം, വളർച്ച, ഇതിനൊക്കെ കഴിവുള്ള പ്രപഞ്ചത്തിന് മറ്റൊരു ജന്തു ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെ നമുക്ക് അജ്ഞാനമായത് ജിന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും യുക്തി ഉപയോഗിക്കുന്ന, ബുദ്ധി ഉപയോഗിക്കുന്ന, അവരെക്കാൾ വലിയ ജന്തുക്കളെയും അതുപോലെ സാധനങ്ങളെയും ഒക്കെ അടക്കി ഭരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ, പ്രത്യേകിച്ച് ഭൂമിയുടെ ഒരു കൈകാര്യകർത്താവ്, അതൊരു വലിയ സംഭവമാണ്. മനുഷ്യൻ, നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടുകൊണ്ട് ഈ അത്ഭുത ജീവിയെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും നമ്മൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. നമ്മളൊരു മഹാ അത്ഭുതമാണ് തീർച്ചയായിട്ടും. ആരോടും ചോദിക്കാതെ വന്നത്, ആര് പറഞ്ഞാലും നിൽക്കാതെ പോവുകയും ചെയ്യും. ഇതിനിടയ്ക്ക് എന്തെല്ലാം സംഭവങ്ങൾ, എന്തെല്ലാം ബന്ധങ്ങൾ, സ്നേഹം, കരുണ, ദയ, വൈരാഗ്യം, ദേഷ്യം, അതുപോലെ തന്നെ അടി, പിടി, പൊട്ടിക്കല്, തട്ടിക്കൂട്ടിട്ട്, രാഷ്ട്രീയം, അങ്ങനെ എന്തെന്തെല്ലാം സംഗതികൾ. ഒടുവില് നിസ്സഹായനായി കൈ ഇങ്ങനെ വളർത്തി കെട്ടി അങ്ങനെ പോകും. ഇങ്ങനെ പിടിച്ചിട്ടാ വരിക പലപ്പോഴും. ഈ ദുനിയാവ് മുഴുവൻ എനിക്ക് വേണം എന്നുള്ള പോലത്തില്ല. ചെറിയ കുട്ടികൾ നോക്കൂ, ഞാൻ പിടിച്ചിട്ടുണ്ടാവും. കൈ ഇങ്ങനെ അവസാനം തുറന്ന് കെട്ടിയിട്ടാ അങ്ങോട്ട് പോവുകയും ചെയ്യാം. ഈ പോക്ക് വരവിനിടയിൽ നമ്മളിപ്പോഴും നമ്മളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറില്ല. നമ്മൾ ഈ ദുനിയാവിലെ പല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങോട്ടാണ് പോണത്, എവിടെ നിന്നാണ് വന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും ആലോചിക്കാറില്ല. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കച്ചവടമുണ്ട്, അതിന്റെ താൽക്കാലിക സുഖം, അതിന്റെ ഒരു അനുഭൂതി, അത് ആസ്വദിക്കാനുള്ള ത്വര, അതിനിടയിൽ ഒരുപാട് മറക്കപ്പെട്ടു പോകുന്ന യാഥാർത്ഥ്യങ്ങൾ, വിസ്മൃതിയിലാണ്ട് പോകുന്ന യാഥാർത്ഥ്യങ്ങൾ. പലപ്പോഴും കാര്യം മനസ്സിലാവുമ്പോൾ സമയം കഴിഞ്ഞിരിക്കുന്നതാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെ സമയം കഴിയുന്ന സമയത്ത് ചിന്തിക്കരുത്. അന്ന ലഹുദിക്ര, അന്നേരം ആലോചിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ള സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന വിവരങ്ങളുണ്ട്. അതുവരെ കാത്തു നിൽക്കാതെ സമയം ബസീറാണ്, ശരിക്കും കേൾവിയും കാഴ്ചയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു ഘടന, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ ഒരു ഘടനയാണ്. ആ മനോഹരമായ ഘടനയെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ചില സ്ഥലത്ത് പറഞ്ഞു, ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ, ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്വച്ഛമായ, ശുദ്ധമായ, സംസ്കൃത സമ്പന്നമായ ഒരു പ്രകൃതമാണത്. ആ സംസ്കൃത സമ്പന്നമായ പ്രകൃതം എന്താണ് എന്ന് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. وإذا أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا. അതായത് ഞാനൊരു സൃഷ്ടിയാണ് എന്നും എനിക്കൊരു മഹാനായ സൃഷ്ടാവുണ്ട് എന്നും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്, സത്യവിശ്വാസം ഉള്ളിൽ നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ. അതുകൊണ്ട് നിനക്ക് ശുദ്ധമായി നാം നൽകിയിട്ടുള്ള ആ സത്യവിശ്വാസത്തിന്റെ മൂശയിലേക്ക് നിന്റെ ജീവിതം എങ്ങനെ തിരിച്ചു നിർത്തുക, നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ മുഖം തിരിച്ചു നിർത്തുക.
വിശ്വാസമുള്ള മനസ്സ്, സത്യം അറിയുന്ന മനസ്സ്, സത്യത്തിൽ ദൃഢബോധ്യമുള്ള മനസ്സ്, അത് ശാന്തമായിരിക്കും, സമാധാനയുക്തമായിരിക്കും. സത്യത്തെക്കുറിച്ച് ജ്ഞാനം, സത്യത്തെക്കുറിച്ചുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. സത്യത്തെക്കുറിച്ചുള്ള വിശ്വാസം അത് ദൃഢബോധ്യമാകും, അവൻ യുക്തിനാവും, യഖീനുണ്ടാവും. അപ്പോ വിജ്ഞാനവും വിശ്വാസവും ദൃഢബോധ്യവുമായിട്ട് ശാന്തമായി കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള ഒരു സൗഭാഗ്യം നൽകപ്പെട്ട മനുഷ്യൻ. പക്ഷേ പലപ്പോഴും അവന് ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വമൻഷാവല്യവും ആരെ നിർബന്ധിക്കുന്നുണ്ടല്ല, ലായിക്രാഫിറ്റി, ഇതിന് യാതൊരു നിർബന്ധവും ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും അവന് കൊടുത്തിട്ടുള്ള ആ വിശ്വാസ സ്വാതന്ത്ര്യം, അതായത് നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം, അതെടുത്ത് വെച്ചുകൊണ്ട് അവന് നിഷേധിക്കുകയും, അങ്ങനെ അവൻ നിഷേധിക്കുമ്പോൾ അസ്ഫല സഫിലീൻ, അവിടെ അത് തന്നെയാണ് സബ്ജക്റ്റ് ആയിട്ട്, അതായത് ചെയ്യുന്ന അത് തന്നെയാണ് നാം പറയുന്നത്. അതായത് നാം സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്, നിങ്ങൾ സ്വയം ഉണ്ടായി എന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെ അധമനിൽ അധമനായി അധപ്പതിച്ചത് നിങ്ങളാണ് എങ്കിലും അധപ്പതിപ്പിച്ചത് നാമാണ് എന്നുള്ള സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് പറയാം. അപ്പൊ ആ പരിശുദ്ധിയിൽ നിന്ന് അധമത്വത്തിലേക്കുള്ള ഒരു പോക്കുണ്ട്. ഖുർആന് അതിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധി എന്താണ്, അധമത്വം എന്താണ് എന്നുള്ളത് കൃത്യമായി മനുഷ്യന് അറിയാമെന്നാണ്. ആരും പ്രത്യേകിച്ച് ഒരു പ്രവാചകനും വേദം ഓതി കൊടുക്കാതെ തന്നെ ഓരോ മനുഷ്യ മനസ്സിനും ഉന്നതി എന്താണ്, ഉത്തമം എന്താണ്, അധമം എന്താണ്, മോശം എന്താണ്, തിന്മ എന്താണ് എന്നറിയാമെന്ന് നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നഫ്സ് എന്ന് പറയുന്ന സ്ഥലം മൈൻഡ്, അത് നമ്മളെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ നിലയ്ക്ക് നേർക്ക് നേരെ സത്യം, ധർമ്മം, ന്യായം, നീതി, സ്നേഹം, ദയ, കരുണ, സഹകരണം, സന്മനോഭാവം, അതാണ് ആദ്യത്തെ. അതാണ് അതിന്റെ തഖ്വ. ഫുജൂർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, തോന്നിയാസം, സ്വാർത്ഥ താല്പര്യം, മാത്സര്യം, മറ്റുള്ളവരെ നശിപ്പിക്കുക, അക്രമം, അനീതി, പിന്നെ എല്ലാ നിലയ്ക്കുള്ള നശീകരണമായ സംഭവങ്ങൾ. നമുക്കറിയാം, സത്യത്തിന്റെ വിജ്ഞാനവും സത്യത്തിന്റെ വിശ്വാസവും സത്യത്തിന്റെ ദൃഢബോധ്യവുമില്ലാത്ത ആളുകൾ എവിടെയെങ്കിലുമൊക്കെ അധികാരികളായി വന്നാൽ അവരെപ്പോഴും നശീകരണത്തിലേക്കാണ് പോവുക. അവർ സ്വാർത്ഥബോധീകരണത്തിന് വേണ്ടിയാണ് ശ്രമിക്കുക. അത് ക്രമസമാധാനം തകർത്തുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും എവിടെയാണ് പൊട്ടണം എന്നറിയില്ല, ഏത് പള്ളിയിലാണ് പൊട്ടണം എന്നറിയില്ല, എങ്ങനെയാണ് ഇത് സംഭവിക്കണമെന്നറിയില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അസറുൽ ഫിത്ന എന്ന് പറഞ്ഞൊരു ഒരു വലിയ ഏരിയനുണ്ട്. അതായത് നാശത്തിന്റെ കാലം. ഇനി കുറെ കാലം കഴിയുമ്പോൾ നാശത്തിന്റെ ഒരു സുദീർഘമായ കാലം. മനുഷ്യൻ പരസ്പരം വെട്ടിക്കീറുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദിയിലെ വെള്ളം ചോരയായി മാറുന്ന ചില സംഭവങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ താക്കീത് നൽകിയിട്ടുണ്ടെന്നുള്ള. അപ്പൊ എന്താ സംഭവിക്കുക? സത്യത്തിന്റെ വിശ്വാസമോ, സത്യത്തിന്റെ വിജ്ഞാനമോ, സത്യത്തിന്റെ വിശ്വാസമോ, സത്യത്തിന്റെ ബോധ്യമോ ഇല്ലാത്തതിന്റെ പേരിൽ മനുഷ്യന് സ്വാർത്ഥ്യമാകുമ്പോ, അവന്റെ കാര്യം മാത്രം പോകുമ്പോ സമൂഹത്തിൽ അതിന്റെ ഇംബാലൻസിംഗ് ഉണ്ടാകുന്നത് ആധുനിക ലോകത്ത് ദൈനംദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവൻ അധമനിൽ അധമനായി അധപ്പതിച്ചു പോകുന്നതുകൊണ്ടാണ് അവിടെ പറയുന്നത് സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെയുള്ളവരെ ഞാൻ അങ്ങനെ ആക്കിക്കാളൂ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, സത്യവിശ്വാസം നിങ്ങൾക്ക് നാം നൽകിയതാണ്, നിങ്ങളുടെ പൈതൃക സ്വത്താണ്. അത് ചോർന്നു പോകാതെ സൂക്ഷിക്കുക. എപ്പോഴും സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടിരിക്കുക, പുതുക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ആ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജീവിതത്തിൽ വിജയം നേടുക. അത് മാത്രമാണ് ആവർത്തിച്ച് വിവിധ ചരിത്ര സംഭവങ്ങളിലൂടെ, വിവിധ കാര്യങ്ങളിലൂടെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി പഠിക്കുമ്പോഴാണ് അതിന്റെ അനുഭൂതി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പഠിച്ചു മനസ്സിലാക്കി വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى ال محمد
كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب أوصيكم وإياي ثانية تقوى. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിലേക്ക് ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണം. എന്നോട് പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. കാര്യം വളരെ വ്യക്തമാണ്. നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് മനുഷ്യ മനസ്സിന് ഉൽഹാം ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. സത്യത്തിന്റെ, വിശ്വാസത്തിന്റെ, ന്യായത്തിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ സാധ്യമാണ്. ജീവിതത്തിൽ കാണുന്ന എല്ലാ തളപ്പഴകളും സത്യവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഷാദു വരും, രോഗം വരും, രോഗം പരീക്ഷണമാണ്, ക്ഷമയോടെ സഹിക്കുമ്പോൾ അതിനുള്ള കൂലി ഉണ്ടാവും. സത്യവിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനൊരു അനുഗ്രഹം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഇൻ ശക്കർതും വആമൻതും ലഅസീദന്ന, നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൂട്ടിത്തരും പറഞ്ഞാൽ അവന് ഹൈറാവും. അവനൊരു പ്രയാസം, ദാരിദ്ര്യം വന്നാൽ, കുടുംബത്തിലൊരാൾ മരിച്ചുപോയാൽ, ഒരു രോഗം സംഭവിച്ചാൽ, നഷ്ടം സംഭവിച്ചാൽ, ഇതെന്റെ രക്ഷിതാവ് തീരുമാനിച്ചതാണ്, എൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. ക്ഷമാശീലയുടെ കൂടെയാണ് അല്ലാഹു അഷ്സബിരി, ക്ഷമാശീലയുടെ കൂടെയാണ് അല്ലാഹു. അപ്പൊ ഏതവസ്ഥയിൽ രണ്ടവസ്ഥയാകെ ഉണ്ടാവും. ഒന്ന് സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ സന്താപത്തിൻ്റെയും. ഇൻവിഷൻ ടു എന്ന് പറയുന്ന ഒരവസ്ഥ മനുഷ്യ മനസ്സിനെ ഉണ്ടാക്കുന്ന, ഒന്നിൽ പോസിറ്റീവ് ക്രിയേറ്റീവ് തോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ്. അങ്ങനെയാണ് മനുഷ്യ മനസ്സ്. എപ്പോഴും അങ്ങനെയാണ്. പ്രതീക്ഷ ഉടനെ മാറിയിട്ട് നിരാശ ഉണ്ടാവും, നിരാശ മാറി പ്രതീക്ഷകളും, നിരാശയും പ്രതീക്ഷയും കൂടുതൽ എന്നൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയൊക്കെ സത്യവിശ്വാസത്തെ പുതുക്കിക്കൊണ്ട് റഫ്രഷ് ചെയ്യാം. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണ്. റീസെറ്റ് ചെയ്യണം എപ്പോഴും, ഇടയ്ക്കിടയ്ക്കൊന്ന് റഫ്രഷ് ചെയ്യണം. ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നൊക്കെ പറയും, അതായത് ഫാക്ടറി റീസെറ്റ്. ഫാക്ടറിയിൽ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയായിരുന്നു ആ കോലത്തിലേക്ക് ഇതിന് തിരിച്ചു വരും. ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് നമ്മൾ സൈറ്റുകളൊക്കെ എടുക്കുമ്പോൾ, വെബ് പേജസ് ഒക്കെ എടുക്കുമ്പോൾ വൈറസുകൾ ഒരുപാട് കൊടുക്കും. സാധാരണ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ആയാലും അതുപോലെ തന്നെ മറ്റ് കമ്പ്യൂട്ടേഴ്സ്, വിൻഡോസോ ഏതായാലും ഏത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലും ടെമ്പററി ഫയൽസ് ഉണ്ടാവും. ചില ഫയൽസ് പോകും. അപ്പോൾ നമ്മൾ റഫ്രഷ് ചെയ്യും. കുറേ റഫ്രഷ് ചെയ്യാൻ തീരില്ല. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഹാർഡ് ഫോർമാറ്റും സിമ്പിൾ ഫോർമാറ്റും ഒക്കെ ഉണ്ട് സാധാരണ നിലയിൽ. നമുക്ക് സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ ഒരു 8 GB ഉള്ള ഒരു സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ 8 GB ടോപ്പായിട്ട് പിന്നെ ഇത് ഹാങ് ആയി പോകും, എടുക്കാൻ പറ്റില്ല. അതൊന്ന് ഫോർമാറ്റ് ചെയ്താൽ 4 GB വേഗം പോകണമെന്ന് കാണാം, പിന്നെ 4 GB ഫ്രീ ആയി. ഇതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സ്. ഈ ദുനിയാവിൽ നമ്മൾ ഓരോ സംഗതികളെ കൈകാര്യം ചെയ്യുമ്പോൾ തോട്ട്സ്, ചിന്തകൾ, പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ വൈരാഗ്യം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, പ്രതികാര ബുദ്ധി ഉണ്ടാവും. അങ്ങനെ പലതും മനുഷ്യ മനസ്സിന് അതൊക്കെ ഇങ്ങനെ സമ്മർദ്ദം തരും. ബ്ലഡ് പ്രഷറിന് മാറ്റം ഉണ്ടാവും, കുടലിൽ കൊണ്ടുണ്ടാക്കും. ശരീരത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങളെ ഈ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാധീനിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ റെഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താ? സത്യവിശ്വാസം പുതുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്ഷിതാവുമായിട്ടുള്ള ബന്ധമാണ്. ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഈ ഈവിൾ ഫോഴ്സ്, അതായത് വൈറസ്, നമ്മുടെ വൈറസ് കയറാതിരിക്കാൻ വേണ്ടി എന്താ പണി? ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ വൈറസുകളൊക്കെ അങ്ങ് പോകും. നയക്ഷമായ മോശമായ സംഗതികളെ അത് തടഞ്ഞു കളയുമല്ല. ഇന്ന സ്വലാത്ത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അസ്സലാത്തുൽ ഖംസ് വൽ ജുമുഅത്തി ഇലൽ ജുമുഅ റമളാൻ ഇലാ റമളാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹും. ഒരു നിസ്കാരം മുതൽ മറ്റു നിസ്കാരം വരെയുള്ള സമയം, ഒരു നിസ്കാരം അയാൾ വളരെ കൃത്യമായി നിസ്കരിച്ചു, പിന്നെ അയാളുടെ ജീവിത വ്യാപാരങ്ങളിൽ ഇടപെട്ടു. മനുഷ്യനാണ് കുല്ലുബിന ആദമിൻ ഖത്താഊൻ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ എന്നാണ്. മനുഷ്യനാണ് തെറ്റുപറ്റു, അതായത് അവന്റെ കൂടെ പിറപ്പാണ്. ആദമിനെയും ഹവ്വയെയും അവിടെ വെച്ചിട്ട് നിനക്ക് തെറ്റുപറ്റുന്ന സ്വഭാവമുണ്ട് എന്ന് കാണിച്ചെന്നിട്ട് അങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് തെറ്റിൽ നിന്ന് ആർക്കും ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ മനസ്സുണ്ടെങ്കിൽ തെറ്റി. അതാ ശരീരം കൊണ്ടോ വളം കൊണ്ടോ അധികാരം കൊണ്ടോ ഒന്നും ചെയ്തില്ലെങ്കിൽ മനസ്സുണ്ടെങ്കിൽ മനുഷ്യൻ തെറ്റി. അപ്പോ മനസ്സിലാണ് യഥാർത്ഥത്തിൽ തെറ്റിന്റെ തവളം. മനസ്സിന്റെ ശുഭ്രതയെ ഇല്ലാതാക്കുന്ന പൈശാചിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനുഷ്യന്റെ കൂടെ ഒരു മലക്കുണ്ട്, ഒരു ജിന്നുണ്ട്. അതായത് ഒന്ന് സത്യത്തെ സത്യമായി നിലനിർത്താനുള്ള സഹായം, മറ്റത് സത്യത്തെ നിഷേധിപ്പിക്കാനുള്ള ത്വര ഉണ്ടാക്കണം. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, ലോവർ സൈഡ്
അതായത് അധമ മനസ്സിന് എപ്പോഴും ഭൗതികമായ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള ഒരു ത്വരയായി ഉണ്ടാകും. നമുക്കറിയാം, ഒരാൾ ഒരു ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് ചീത്ത പറയാനായി തോന്നാം, പക്ഷെ ക്ഷമിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഏത് സംഗതിയും മനുഷ്യന്റെ ഒരു ടെമ്പർ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ, ഇടയ്ക്ക് ഇങ്ങനെ റെഫ്രഷ് ചെയ്ത് നിർത്താൻ, അത് ഫോർമാറ്റ് ചെയ്ത് നിർത്താനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ഇസ്തിഗ്ഫാറും തൗബയും ഖുർആനും സദഖയും ഒക്കെ ഇതിൽ വളരെ വലിയ ഒരു ഈ റെഫ്രഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യുന്ന, കമ്പനി ഡിഫോൾട്ട് റീസെറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. മനസ്സിനെ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാമഗ്രികളെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മനുഷ്യ മനസ്സ് വല്ലാണ്ട് പ്രക്ഷരമായാൽ അവന് സത്യം കാണാനോ ന്യായം കേൾക്കാനോ മര്യാദ പെരുമാറാനോ കഴിയില്ല. കോടതിയിലെ ജഡ്ജിമാര് വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് കാമായിരിക്കണം. അത് കോടതിയുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ വീട്ടിൽ മെമ്പർമാരുടെ ദേഷ്യം വെച്ചിട്ട് ഒരു കുറ്റവാളിയെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ പ്രോസിക്യൂഷൻ ഭാഗവും മറ്റേ ഭാഗവും വാദിക്കുമ്പോൾ ഇയാളൊക്കെ കേട്ടിരുന്നുണ്ട് പഴയ ദേഷ്യം വെച്ചിട്ട് അവിടെ അതുപോലത്തെ ജയില് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് കാമായിരിക്കണം. വിധികർത്താക്കൾ എപ്പോഴും കാമായിരിക്കണം. സത്യവിശ്വാസി എപ്പോഴും വിധികർത്താവാണ്. അവൻ എപ്പോഴും കാമായിരിക്കണം, ശാന്തമായിരിക്കണം. ശാന്തത അല്ലാഹുവിൽ നിന്ന് മാത്രമല്ല, എല്ലാ വിധിക്കില്ലായി അല്ലാഹുവിൽ നിന്നുള്ളതാണ് ശാന്ത ഉണ്ടാവുക. അതിന്റെ ഏറ്റവും വലിയ മുലാഖാത്ത്, ആ ബന്ധം നമസ്കാരത്തിലാണ്. ആ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുമ്പോൾ അത് ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെയുള്ള സമയം, അതിനിടയിൽ വരുന്ന സംഗതികളൊക്കെ ഉണ്ടല്ല, അതൊക്കെ ആ വൈറസുകളൊക്കെ അത് നീക്കിക്കളയുന്നു. കൃത്യമായി അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു. ആ വൈറസുകൾ നീക്കിക്കളയും. പിന്നെ അതുപോലെ ഉംറ ചെയ്യുമ്പോൾ ഒരു ആൾ ഉംറ ചെയ്ത് കുറച്ച് കാലം ചെയ്യില്ല, ഓരോ പ്രാവശ്യം ഒരു ഉംറ ചെയ്യാൻ എല്ലാം പറഞ്ഞതിന്റെ അർത്ഥം അത് ഉംറ കച്ചവടമാക്കിച്ച് ഉംറ കച്ചവടം നടത്താൻ വേണ്ടി പോകാനില്ല. അപ്പൊ അതും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഉംറയും ഒരു ഉംറയും തമ്മിലുള്ള അതിനിടയിലുള്ള സമയം അത് പാപമോചനത്തിന് വേണ്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ഏറ്റവും വലിയ ഹാർഡ് ഫോർമാറ്റിംഗ് സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ഹുറൈറ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ യൗമ വലദതു ഉമ്മുഹു. ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ, വളരെ ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്താൽ, എന്നിട്ട് അവൻ ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല, അക്രമങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ അവന്റെ ഉമ്മ പറ്റതുപോലെ അവൻ മടങ്ങുന്നതാണ്. ഇതിനേക്കാൾ വലിയ ഹാർട്ട് ഫോർമാറ്റിംഗ് വേറെ ഇല്ല എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള വൈറസ് കളഞ്ഞിട്ട് ശുദ്ധാശുദ്ധം മനുഷ്യനെ ഉമ്മ പറ്റുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധമായ മനസ്സോടുകൂടി ഈ ഭൂമിയിലേക്ക് വരുന്നത്, അതുപോലെ നിന്നെ കംപ്ലീറ്റ് റെഡിയാക്കി നിന്റെ മൈൻഡിനെ ഞാൻ റീസെറ്റ് ചെയ്ത് തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്ന അതിബൃഹത്തായ ഒരു 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 സംഭവമാണ്, ഒരു ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്നുള്ളത്. റമദാനും പെരുന്നാളും കഴിഞ്ഞ് ലോകം ഹജ്ജിന്റെ ചിന്തയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഹജ്ജ് ചെയ്യാൻ പോകാത്ത ആളുകൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം. ഇപ്രാവശ്യത്തിലുള്ള ഏർപ്പാട് കഴിഞ്ഞുപോയി. അടുത്ത പ്രാവശ്യം ഹജ്ജ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി നമ്മളെ പെർഫെക്റ്റ് ആക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ആരാധനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ തന്നെ ഇങ്ങനെ പല തരത്തിലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പോൾ അതിനനുസരിച്ച് തൗബ ഇസ്തിഗ്ഫാർ, കുറച്ചുകൂടെ കടുപ്പം വരുമ്പോൾ നിസ്കാരം ഒന്ന് പോകും, കുറച്ചുകൂടെ കടുപ്പം വരുമ്പോൾ സക്കാത്തും സദഖയും, പിന്നെ അധിക അവസാനം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവസാനം കാലം കാത്തിരിക്കണമെന്നല്ല പറയണത്, മനുഷ്യനെ സമ്പൂർണമായിട്ട് ശുദ്ധമാക്കിയെടുക്കുന്ന ഹജ്ജ്. അത് മൈൻഡിനെ ശരിക്കും ടോട്ടലി റീസെറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണുള്ള. ഇതെല്ലാം മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തപ്പോ ആ ഓരോ കാലഘട്ടത്തിലെ ലാംഗ്വേജിന്റെ, ഓരോ കാലഘട്ടത്തിലെ വിജ്ഞാനത്തിന്റെ നിലവാരത്തിലാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകളിലായി വളർന്നു വരുന്ന കാലഘട്ടത്തിന്റെ വിജ്ഞാന നിലവാരത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഇതിന്റെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും കഴിയാതെ പോയതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ ഇസ്ലാം നടപ്പാക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ പിന്നിലായിപ്പോയി എന്ന് വെച്ചാൽ ഇത് ജനതയ്ക്ക് പറ്റിയ ഒരു സംഗതിയാണോ എന്ന് എടുത്തു കാണിക്കാൻ ഇതിന്റെ വക്താക്കൾക്ക് സാധ്യമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭരണപരമായ പ്രശ്നങ്ങളുണ്ട്, വിതരണപരമായ പ്രശ്നങ്ങളുണ്ട്, ഭക്ഷ്യപ്രശ്നങ്ങളുണ്ട്, മനുഷ്യന്റെ ഒരുപാട് തരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച് ഇത് പറ്റുമെന്ന് ജനങ്ങളോട് പറയാൻ, ലോകത്തോട് വിളിച്ചു പറയാൻ ഇതിന്റെ വക്താക്കൾക്ക് സാധിക്കുന്നില്ല എന്നത് സമകാലിക വൈജ്ഞാനിക നിലവാരത്തിൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മൾ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇത് തള്ളിപ്പോകുന്നത് എന്നുള്ളതാണ്.
പക്ഷേ അങ്ങനെ ഒരു തലമുറ വരികയും അവരെ ഏറ്റെടുക്കുകയും ഇത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും അങ്ങനത്തെ പൂർത്തീകരിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ലോകം അവസാനിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു നഷ്ടവും വരില്ല. ഖുർആനോ ഇസ്ലാമിനോ ഒരു നഷ്ടം വരില്ല. നഷ്ടപ്പെടുന്നത് അതിനെ ഇപ്പോൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന സത്യവിശ്വാസികൾ എന്ന് പറയുന്ന നമ്മളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. നമുക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. അല്ലാഹ് നഷ്ടം ഉണ്ടാവില്ല, ഖുർആന് നഷ്ടം ഉണ്ടാവില്ല, ഇസ്ലാമിന് നഷ്ടം ഉണ്ടാവില്ല. നഷ്ടപ്പെടുന്നത് ഈ ഖുർആൻ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഓരോ കാലഘട്ടത്തിൽ ആളുകൾ അതനുസരിച്ച് അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും കഴിയാതെ അവർക്ക് വരുമ്പോഴാണ് നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, നമുക്ക് ഈ ഖുർആനെ കുറിച്ച് എന്തറിയാം? മര്യാദയ്ക്ക് പൂർണ്ണമായി ഓതാൻ അറിയാത്ത ഒരുപാട് ആളുകൾ, അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങാൻ അറിയാത്ത ആളുകളുണ്ട്. ഇത് പ്രായോഗിക ജീവിതത്തിൽ കാലികമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്നുപോലും മനസ്സിലാവാത്ത ആളുകൾ ഇതെന്തോ പൂജയ്ക്കുള്ള ഏതോ ഒരു സാധനമാണ് എന്ന് പറഞ്ഞ് ഇതിന്റെ പേരിൽ ഒരുപാട് കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥക്കെട്ടുകൾ എഴുതിയുണ്ടാക്കി തർക്ക വിതർക്കം നടത്തുന്ന ഒരു തലമുറയാണ് യഥാർത്ഥത്തിൽ ആധുനിക ലോകം കാണുന്നത്. ആ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥക്കെട്ടുകളൊക്കെ ടൈഗ്രീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞ പഴയ ഒരു കാലത്തെ സംഭവമുണ്ട്. അതുപോലെ ആവശ്യമില്ലാത്ത ചർവിത തലമുറ ഈ ഗ്രന്ഥക്കെട്ടുകൾ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് ഈ ഖുർആനിലേക്ക് പ്രവേശിച്ചുകൊണ്ട്, ഈ സത്യസന്ദേശത്തിൽ പ്രവേശിച്ചുകൊണ്ട്, ഈ മാർഗദർശനത്തിൽ പ്രവേശിച്ചുകൊണ്ട് നമുക്കും ആധുനിക മനുഷ്യർക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ദുന്യാവിൽ ശാന്തമായി ജീവിക്കാനും ഈ ദുന്യാവ് കഴിഞ്ഞാലുണ്ടാകുന്ന പരലോകത്തിൽ നിത്യശാന്തിയോടെ ജീവിക്കാനും പര്യാപ്തമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി വേണം ഈ ഖുർആനെ സമീപിക്കാൻ. അതിനുവേണ്ടിയാണ് പഠിക്കേണ്ടത്, അതിനാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സത്യവിശ്വാസികളാകാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ-നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم أغفر أبو بكر وعمر وعثمان وعلي عن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, നമ്മുടെ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളും തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടാർ, ഉള്ള സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും എല്ലാവരും പാപങ്ങളും ചെറുപാപങ്ങളും തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിലനിർത്തിയ ആൾക്കാരുടെ ഖബറുടെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ കുറവുകളെല്ലാം പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങൾ സമ്പത്തുകൾ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ കാത്തി രക്ഷിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഖുർആനെ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ആത്മാർത്ഥമായി തന്നെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ഖുർആന്റെ വെളിച്ചത്തിലൂടെ നിന്നിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. ലോകത്തുള്ള മുഴുവനും പ്രയാസം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അക്രമങ്ങളും അനീതികളും നീ അമർച്ച ചെയ്യണേ തമ്പുരാനെ. അത് അമർച്ച ചെയ്യാൻ വേണ്ടപ്പെട്ടവർക്ക് ശക്തിയും കഴിവും നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ ഖുർആനനുസരിച്ച് ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ നീ സഹായിക്കണേ നാഥ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന സ്വീകരിക്കണേ നാഥ. ഇത് തട്ടിക്കളയാതെ ഇതിന് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇബാദത്തുകളിൽ ആത്മാർത്ഥത നൽകണേ തമ്പുരാനെ. ആ ഇബാദത്തുകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.